സ്വാഗതം. കാണാത്തതും കേൾക്കാത്തതും. ഇടിമിന്നൽ അടങ്ങിയാലും പിന്നാലെ എത്തും ആകാശദുന്ദുഭിയുടെ സ്വരം. കുറേ പേരുടെ ചെവി അടപ്പിക്കും. മറ്റൊന്നിനും ശേഷിയില്ലാതെ പാലാരൂപതയുടെ സ്ഥലത്ത് ശിവലിംഗവും സോപാനക്കല്ലും കണ്ടെത്തിയെന്ന് കേട്ടത് മുതൽ കുറേ യൂട്യൂബ് അവതരണങ്ങളിലൂടെ സമൂഹം അത് കേട്ടുകൊണ്ടിരിക്കുന്നു. പാലാ സംഭവത്തിൽ അവർ ശ്രമിച്ചത് മുഖ്യമായി 3 കാര്യങ്ങൾക്ക് വേണ്ടി. 1, 2 മതസമുദായങ്ങൾക്കിടയിൽ തർക്കവും വിദ്വേഷവും ഉണ്ടെന്ന് വരുത്തുക. 2, ക്രൈസ്തവരോട് കണക്കു തീർക്കുക. 3, പ്രത്യേകമായി പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവിനോട് അവർ തനിയെ ഉണ്ടാക്കിയെടുത്ത പക വാക്കുകളിൽ പരമാവധി ഒഴുക്കുക. അതിനായി വിദ്വേഷപൂർവം കുറെ കള്ളങ്ങൾ പ്രചരിപ്പിച്ചു. പാലാ മെത്രാസിന മന്ദിരത്തിനടുത്ത് ശിവലിംഗം കണ്ടെത്തി. അത് ക്രൈസ്തവരല്ല, പാലാ ബിഷപ്പ് തന്നെ ഹൈന്ദവ സ്ഥാനം കയ്യേറിയതിൻ്റെ അടയാളമാണ്. ഇനി ഹൈന്ദവരും ക്രൈസ്തവരും തമ്മിലടിക്കും. ബിഷപ്പിനെ കിട്ടേണ്ടത് കിട്ടി എന്നിങ്ങനെ പോകുന്നു. അത് വസ്തുതാപരമായ പിശകല്ല, തെരഞ്ഞെടുത്ത കള്ളങ്ങൾ. സ്വാഭാവികമായ ഭക്തിയോടെ എത്തിയവരെ ആക്ഷേപിക്കുന്ന ബാഹ്യസ്വരങ്ങളും അവരെ പ്രകോപിപ്പിച്ച് രോഷവും തർക്കവും സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചുള്ളവയാണ്. എന്തു വന്നാലും അവിടെ പ്രശ്നമുണ്ടാകാതെ പോകരുത് എന്ന് നിർബന്ധ ബുദ്ധിയുള്ളവരുടെ സ്വരം, മിന്നലടങ്ങിയ ശേഷമുള്ള ഭീഷണ മുഴക്കം. വസ്തുതകൾ പാലാ ബിഷപ്സ് ഹൗസുമായി ബന്ധപ്പെട്ടവർ വെളിപ്പെടുത്തിയിട്ടുണ്ട്. സംഭവം ബിഷപ്സ് ഹൗസ് കോമ്പൗണ്ടിലല്ല. രൂപതയുടെ സ്ഥലം പാട്ടത്തിനെടുത്തവർ കപ്പയിടാൻ മണ്ണിളക്കിയപ്പോഴാണ് ശിവലിംഗം കണ്ടെത്തിയത്. അത് ഹൈന്ദവ വിശ്വാസികളുടെ പവിത്രമായ അടയാളങ്ങളാണെന്ന് പ്രഥമ ദൃഷ്ട്യാ മനസ്സിലാക്കിയ രൂപത അധികൃതർ സമീപസ്ഥ ക്ഷേത്രങ്ങളിലെ ഉത്തരവാദിത്തപ്പെട്ടവരെ അറിയിച്ചു. അവരുടെ വിശ്വാസവും ബോധ്യവും അനുസരിച്ച് കർമ്മങ്ങൾ അനുഷ്ഠിക്കുവാനും പ്രശ്നനിവൃത്തിക്ക് അവരുടെ മാർഗം അവലംബിച്ച് ഉത്തരം തേടാനും അവസരം ഏർപ്പെടുത്തുകയും ചെയ്തു. ഇതുവരെ അവിടെ തർക്കമോ വിദ്വേഷമോ ഭിന്നിപ്പോ സംഘർഷമോ ഇല്ല, പരസ്പര ധാരണ മാത്രം. ഈ യാഥാർത്ഥ്യത്തിന് പകരമാണ് നേരത്തെ പറഞ്ഞ പ്രചാരണവുമായി ചിലർ കൂട്ടത്തോടെ രംഗത്തെത്തിയത്. ശ്രദ്ധിക്കേണ്ട ഒന്നിലേറെ പ്രവണതകൾ ഇതിലുണ്ട്. 1, ചെകുത്താനെ ഓടിക്കാൻ കല്ലിനെ എറിയുന്ന മാനസിക നിലയോടെ ചിലർ ക്രൈസ്തവ സമൂഹ നേതൃത്വത്തെ കല്ലെറിയപ്പെടേണ്ട ഗണമായി സങ്കല്പിച്ചു. ഇതിനെല്ലാം കാരണം പുതിയതെന്ന് അവർ കരുതുന്ന ക്രൈസ്തവരുൾപ്പെട്ട സമുദായ മൈത്രിയോടുള്ള ശത്രുത. ആ മൈത്രിക്ക് കാരണം കാസ ആണെന്ന ധാരണയാൽ സംഘടനയെ എവിടെയും കടന്നാക്രമിക്കാനുള്ള പ്രവണത. കാസ എന്ന സംഘടനയ്ക്ക് പാലാ സംഭവവുമായി ഒരു ബന്ധവുമില്ല. കാസയുടെ പേര് പറയുമ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് അവർക്ക് വിദ്വേഷമുള്ള ക്രൈസ്തവ നേതൃത്വത്തെയും ബന്ധപ്പെട്ട സമൂഹത്തെയുമാണ്. ആ വികാരത്തോടെ ഉള്ളിലുള്ളത് മുഴുവൻ ഇക്കൂട്ടർ കുടഞ്ഞിടുന്നു. ക്രൈസ്തവരെ വേദനിപ്പിച്ചെന്നോ മുറിപ്പെടുത്തിയെന്നോ കരുതി സന്തോഷിക്കുന്നുമുണ്ടാകാം. സത്യം പറഞ്ഞാൽ ക്രൈസ്തവർക്ക് ഇതിൽ സഹതാപമേ തോന്നാനുള്ളൂ. ഒപ്പം തീർച്ചയായും ജാഗ്രതയും. പൊതുസമൂഹത്തിനും അതിനെ വകയുള്ളൂ. കാരണം ഈ വിദ്വേഷം അവർ സങ്കല്പിച്ചുണ്ടാക്കിയ ശത്രുതയുടെ ഫലമാണ്. 4 വർഷമായി ക്രൈസ്തവ സമൂഹത്തിൽ പലരോടും, പ്രത്യേകിച്ച് പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ടിനോടും അവർക്കുണ്ട് വിദ്വേഷം. അവരിൽ ആരെയും കല്ലറങ്ങാട്ട് പിതാവ് വിമർശിച്ചിട്ടില്ല. നടിച്ച പ്രണയത്താൽ പെൺകുട്ടികളെ ചതിക്കുഴിയിൽ പെടുത്തുവാനും യുവസമൂഹത്തെ നാർക്കോട്ടിക് ലക്ഷ്യങ്ങൾക്ക് ഇരയാക്കാനും മതബന്ധവും റാഡിക്കൽ മനസ്സുമുള്ള ചിലർ ശ്രമിക്കുന്നു എന്ന വസ്തുത കേരള സമൂഹത്തിൽ ഉണ്ടായി. അതിൻ്റെ സൗമ്യതമായ സൂചന സ്വന്തം ഉത്തരവാദിത്ത നിർവഹണത്തിൻ്റെ ഭാഗമായി ഏറ്റവും കുറഞ്ഞ വാക്കുകളിൽ സ്വന്തം കരുതലിലുള്ള സമൂഹത്തിന് അദ്ദേഹം നൽകി.
അതിൻ്റെ വിദ്വേഷമാണ് ഇന്നും ചിലരെ നയിക്കുന്നത്. പറഞ്ഞതിൻ്റെ പൊരുൾ അന്വേഷിക്കുവാനോ സത്യം അംഗീകരിക്കാനോ അവർ തയ്യാറാകുന്നില്ല. തങ്ങളുടെ മതത്തിൽപ്പെട്ടവർ ചെയ്യുന്ന തെറ്റിനെ തെറ്റെന്ന് പറയാൻ അവർക്ക് ആന്തരിക സ്വാതന്ത്ര്യമില്ല. തങ്ങളുടെ മത സഹോദരങ്ങളെയാണ് വിമർശിച്ചതെങ്കിൽ തെറ്റ് എപ്പോഴും വിമർശകർക്ക് തന്നെ എന്നല്ലാതെ പറയാൻ അവർക്ക് കഴിവില്ല. പകരം സ്വന്തം എതിർപ്പ് സർവദേശീയ വിദ്വേഷം എന്ന വണ്ണം കൊണ്ടു നടക്കുക, അതാണ് റാഡിക്കൽ സ്വഭാവം. അവരെ എരിക്കുന്നത് സാർവത്രിക പകയുടെയും സാർവത്രിക വിദ്വേഷത്തിൻ്റെയും ചിന്ത. യഥാർത്ഥത്തിൽ അവർ പറയേണ്ടുന്ന ഇരവാദം ഇതാണ്: വിദ്വേഷവും പകയും കൂടാതെ സത്യം അംഗീകരിക്കാൻ അനുവദിക്കാത്ത ആന്തരിക ബലഹീനതയുടെ ഇരകളാണ് തങ്ങളെന്ന്. കാലിഫോർണിയയിൽ കാട്ടുതീ ഉണ്ടായാലും, പാലായിലെ പറമ്പിൽ വിഗ്രഹം കണ്ടെത്തിയാലും, ഫ്രാൻസിൽ കെട്ടിടം കത്തിയാലും, ഇസ്രയേലിൽ ഇടിവെട്ടിയാലും, ട്രംപിന് പനി വന്നാലും എല്ലാം ഇവർ അതിനെ തങ്ങളുടെ ദൈവത്തിൻ്റെ ശിക്ഷയും തങ്ങളെ വിമർശിച്ചതിനുള്ള തിരിച്ചടിയും എന്ന് വ്യാഖ്യാനിക്കും. അനുയായികൾ അത് വെള്ളം കൂട്ടാതെ വിഴുങ്ങും. അതിനെ അവർക്ക് കഴിയും. അത്രമാത്രമേ അവർക്ക് കാണാനാകൂ. അത്രത്തോളമേ അവരുടെ ദൈവസങ്കല്പം അവരെ അനുവദിക്കുകയുള്ളൂ. അതിൻ്റെ തെളിവാണ് ഇപ്പോഴത്തെ സംഭവത്തിലടക്കം 4 വർഷമായി ഏത് വിഷയത്തിലും ഒരേയൊരു മതത്തിൽപ്പെട്ടവർ, തീർത്തും സാധാരണക്കാർ തന്നെ, സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുന്ന വിദ്വേഷം കലർന്ന പ്രതികരണം. അവരെയോ മതത്തെയോ വിമർശിച്ചില്ല എന്നിരുന്നിട്ടും, സമൂഹത്തിനെതിരായ തെറ്റിനെ മാത്രം സൂചിപ്പിച്ചിട്ടും, അതിൽ വിദ്വേഷമില്ലെന്ന് ആർക്കും മനസ്സിലാകുമായിരുന്നിട്ടും, കല്ലറങ്ങാട്ട് പിതാവിനെ ഏത് കുറിപ്പിലും വിദ്വേഷത്തോടും പകയോടും കൂടെ പഴിക്കുന്നവർ വാസ്തവത്തിൽ വിസ്മയം തന്നെയാണ്. എങ്കിലും അവരെ തിരിച്ചറിയുന്ന നിലയ്ക്ക് വിസ്മയത്തിന് വകയില്ല. ഇത് അവരുടെ വ്യക്തിപരമായ കുറവല്ല, വേദം പഠിപ്പിൻ്റെ ഫലമാണെന്ന് പറഞ്ഞാൽ സംശയിക്കുന്നവർക്കുള്ള വിശദീകരണമാണ്. പാലാ സംഭവത്തിൽ ആഘോഷ മനസ്സുമായി മതപണ്ഡിതൻ നടത്തിയ പ്രതികരണം. സാധാരണ വിശ്വാസികളിലേക്ക് റാഡിക്കൽ ചിന്ത എങ്ങനെ എത്തുന്നു എന്ന് ഇത്തരം പണ്ഡിതരുടെ വാക്കുകൾ വ്യക്തമാക്കി തരും. ഇതിനിടയിലും പാലായിലെ ബന്ധപ്പെട്ട ഹൈന്ദവ സമൂഹം കൈമോശം വരാതെ സൂക്ഷിക്കേണ്ടുന്ന ഒരു ജാഗ്രതയുണ്ട്. നിലനിൽക്കുന്ന സമാധാനത്തിനെതിരെ ഉയർന്നേക്കാവുന്ന സ്വരങ്ങളെ തള്ളാനുള്ള ജാഗ്രത. കണ്ടുകിട്ടിയ പൂജ്യ വസ്തുക്കൾ തങ്ങളുടെ അവകാശത്തിലും ഉടമസ്ഥതയിലുമുള്ള സ്ഥാനത്ത് ആദരവോടെ യഥാവിധി പ്രതിഷ്ഠിക്കാനുള്ള വിവേകമാകട്ടെ അവരെ നയിക്കുന്നത്. വിട്ടുവീഴ്ചകൾ ആഗ്രഹിക്കാം, പക്ഷേ അവകാശമെന്ന് തർക്കിച്ച് വിദ്വേഷം സൃഷ്ടിക്കുന്ന സാഹചര്യം ഉണ്ടാകാതെ പോകട്ടെ. പൂജനീയ വസ്തുക്കൾ, പ്രകൃതിക്ഷോഭം അടക്കം എത്രയോ കാരണങ്ങളാൽ എവിടെയൊക്കെയോ മണ്ണടിഞ്ഞ് പോയിട്ടുണ്ടാകാം, ഇടമാറി പോയിട്ടുണ്ടാകാം. ഭരണഘടന വാഴുന്ന സ്വതന്ത്രമായ ജനാധിപത്യ ഇന്ത്യയിൽ ഭൗതിക അവകാശങ്ങളെ നൈയാമിക അടിസ്ഥാനത്തിൽ കാണാനാണ് വിവേകമതികൾക്ക് കഴിയേണ്ടത്. പ്രത്യേകിച്ച് തലമുറകൾ കൈയൊഴിഞ്ഞവയെ. മൺമറഞ്ഞ അടയാളങ്ങൾ കണ്ടെടുക്കപ്പെടുന്ന ഇടങ്ങളിലെല്ലാം അവ ആരുടെ ഉടമസ്ഥതയിലുള്ളതായാലും കൈവശപ്പെടുത്തണമെന്ന ചിന്തയെ അതിജീവിക്കാനും കഴിയണം. അതുതന്നെയാണല്ലോ ചരിത്രത്തിൽ എന്തൊക്കെയോ നഷ്ടമായ സകല ക്ഷേത്രസ്ഥാനങ്ങളും വീണ്ടെടുക്കാൻ ശ്രമിക്കേണ്ടതില്ലെന്ന് RSS നേതാവ് മോഹൻ ഭഗവത് അയോധ്യയെ മാറ്റി നിർത്തി ജനങ്ങളെ ഓർമ്മിപ്പിച്ചത്. പാലായിലെ ഹൈന്ദവ സമൂഹത്തിൻ്റെ വിവേകത്തെ ദുർബലപ്പെടുത്തുവാൻ പ്രകോപക വ്യാഖ്യാനങ്ങൾക്ക് കഴിയില്ലെന്ന് തന്നെ കരുതാം. അതാണല്ലോ പാരമ്പര്യം. എന്നെയോ മക്കളെയോ കുടുംബത്തെയോ ബാധിക്കുന്നില്ലെങ്കിൽ ഒരു ജനത്തിൻ്റെയും പ്രശ്നമല്ല എന്നൊരു ആത്മഗതം വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ ഉണ്ടോ? ഉണ്ടെങ്കിൽ രാജിവെച്ച് ഒഴിയുക തന്നെയാണല്ലോ കരണീയം. സംശയിക്കേണ്ടുന്ന അവസ്ഥ അദ്ദേഹം തന്നെയാണ് സൃഷ്ടിച്ചത്. അതുകൊണ്ടാണ് പ്രതിഷേധം. അദ്ദേഹം രാജിവെക്കണമെന്ന ശബ്ദസഞ്ചയമായി പോലും പുറത്തു വരുന്നത്, ആവശ്യമായി പോലും ഉയരുന്നത്. സത്യം പറഞ്ഞാൽ ചില വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ ഉറങ്ങാൻ വിടുകയും
മറ്റു ചില ഉദ്യോഗസ്ഥരെയും വന്യമൃഗങ്ങളെയും ഒരുപോലെ ജനങ്ങൾക്കു നേരെ അഴിച്ചുവിടുകയും ചെയ്യുന്ന കൂടുകാവൽക്കാരനെ പോലെയാണ് മന്ത്രി എന്ന് പലർക്കും തോന്നിയതിൽ അത്ഭുതമില്ല. അവരുടേത് മുൻവിധിയല്ല. വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ആസ്ഥയില്ലായ്മയും അമിതാധികാര പ്രയോഗവും വന്യമൃഗങ്ങളുടെ ഭീഷണിയും അവർക്ക് നിത്യ ദുരന്തങ്ങളാണ്. അതിന് പണിയെടുത്ത് പരിഹാരമുണ്ടാക്കേണ്ട ഉത്തരവാദിത്തം മന്ത്രിക്കുണ്ട്. കെയർ ടേക്കറുടെ മുഖവുമായോ മുഖം തിരിച്ചോ ഇരിക്കുന്ന മന്ത്രിയെ പുറന്തള്ളാൻ അവർ മുറവിളി കൂട്ടും. അവരുടെ ലക്ഷ്യം അവരുടെ സുരക്ഷിതത്വമാണ്. അതിനപ്പുറം ആര് ഭരിക്കണം, ആര് വേണ്ട എന്ന രാഷ്ട്രീയ സ്വകാര്യ ലക്ഷ്യങ്ങളൊന്നും മലയോര ജനതയ്ക്കോ അവർക്ക് വേണ്ടി പറയുന്നവർക്കോ ഉണ്ടാകാറില്ല, ഉണ്ടാകേണ്ടതുമില്ല. ഉണ്ടാകേണ്ടി വന്നാൽ അവരത് തെരഞ്ഞെടുപ്പിൽ വ്യക്തമായി രേഖപ്പെടുത്തിക്കൊള്ളും. പക്ഷേ ഉദ്യോഗസ്ഥരുടെ പ്രീതിയും മറ്റു പലതുമാണ് തനിക്ക് ഒന്നാം പ്രമാണമെന്ന് നിശ്ചയിച്ച് ജനങ്ങൾക്ക് സംരക്ഷണം നൽകുന്നതിൽ തുടർച്ചയായി വീഴ്ച വരുത്തിയാൽ ശശീന്ദ്രൻ രാജിവെക്കണമെന്ന മുറവിളി മുറുകുകയുള്ളൂ. എന്തു സംഭവിച്ചാലും രാജിയില്ല എന്ന രാഷ്ട്രീയ മർക്കടമുഷ്ടി തെളിയിച്ചിട്ടുള്ളവർക്ക് മുമ്പിൽ ഇത്തരം പ്രതിഷേധ പ്രകടനങ്ങളും ആവശ്യങ്ങളും പ്രശ്നമല്ലായിരിക്കാം. പക്ഷേ സുഖകരമല്ലാത്ത വാക്കുകൾ കേൾക്കുമ്പോൾ അസഹിഷ്ണുത കാട്ടരുത്. മൃഗഭീഷണിയും തുടർച്ചയായി മനുഷ്യജീവൻ നഷ്ടവും നേരിടുന്നവരുടെ പരാതിക്ക് വില കൽപ്പിക്കാത്ത സാഹചര്യത്തിലാണ് താമരശ്ശേരി ബിഷപ്പ് മന്ത്രിയെ വിമർശിച്ചത്. അതിന് പരിഹാരമുണ്ടാക്കാതെ ബിഷപ്പുമാർ നല്ല വാക്ക് പറയുന്നവരാണെന്ന ധാരണ തെറ്റിക്കരുത് എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്ന മന്ത്രി ഉദ്ദേശിച്ചത് തൻ്റെ കാതുകൾക്ക് ഇമ്പകരമായ വാക്കുകളെ പാടുള്ളൂ എന്നാണോ? അതോ ഇത് ബിഷപ്പുമാരുടെ സ്വകാര്യ ആവശ്യമാണെന്നോ? ബിഷപ്പിന്റെ വാക്കുകളോട് മന്ത്രിക്ക് ഇത്രമാത്രം അതൃപ്തിയും മനക്ഷോഭവും തോന്നുന്നെങ്കിൽ ഉദ്യോഗസ്ഥരുടെ അതിക്രമവും മൃഗങ്ങളുടെ ആക്രമണവും ജീവനഷ്ടവും നേരിടേണ്ടി വരുന്ന ജനങ്ങൾ എത്രമാത്രം ക്ഷോഭിക്കണം? ബിഷപ്പുമാർ ജനങ്ങൾക്ക് വേണ്ടി പ്രതിഷേധിക്കാൻ പാടില്ലെന്നും അവർ ഇന്നതെ പറയാവൂ എന്നും വിമർശിച്ച് അവരെ ടൈപ്പ് ചെയ്യാൻ മന്ത്രി ശ്രമിക്കാതിരിക്കുക. ഇപ്പോഴത്തേത് ബിഷപ്പുമാരും മന്ത്രിയും തമ്മിലുള്ള പ്രശ്നമല്ല. ബിഷപ്പുമാരെ മാറ്റി നിർത്തിയാൽ പരാതികളില്ലാത്ത ലോകത്ത് സസുഖം ഭരണം തുടരാമെന്നാണോ മന്ത്രി കരുതുന്നത്? കനത്ത വില കൊടുത്തു തന്നെ സഭാ നേതാക്കൾ ഭരണാധികാരികളെയും രാഷ്ട്രീയ നേതാക്കളെയും വിമർശിച്ചത് ചരിത്രത്തിന്റെ ഭാഗമാണ്. ജനാധിപത്യത്തിൽ ജനങ്ങൾ കേൾക്കപ്പെടുന്നത് കൊണ്ടാണ് അത്തരം സാധ്യതകൾ ഇല്ലാതാകുന്നത് അഥവാ ഇല്ലാതാകേണ്ടത്. ആ സാഹചര്യത്തിന് പകരം മന്ത്രി ജനങ്ങളെ കേൾക്കുകയില്ല എന്ന് വന്നാൽ അത് പഴയ കാലത്തേക്കുള്ള മടക്കമാകും. അപ്പോൾ മന്ത്രിയെ ജനങ്ങൾ ചിലത് കേൾപ്പിക്കുകയും മന്ത്രി തങ്ങളെ കേൾക്കുന്ന സാഹചര്യം അവർ സൃഷ്ടിക്കുകയും ചെയ്യും. അതിനവർക്ക് ശേഷിയുണ്ട്. മന്ത്രി അത് എഴുതി തള്ളേണ്ട. ഈ പറഞ്ഞതിൻ്റെ എല്ലാം അർത്ഥം ഒന്നാണ്. എത്രയും വേഗം ജനങ്ങൾക്ക് സുരക്ഷിതത്വം നൽകാൻ മന്ത്രി തയ്യാറാകുക. സ്വന്തം സ്ഥാനവും അധികാരവും ഉപയോഗിച്ച് പണിയെടുക്കുക. മലയോര കർഷകരെ ഉദ്യോഗസ്ഥ രാജിൽ നിന്നും മൃഗരാജിൽ നിന്നും മോചിപ്പിക്കുക. പിന്നെ എത്ര വേണമെങ്കിലും ഭരിച്ചുകൊള്ളുക. രണ്ടു കാര്യങ്ങൾ വല്ലാതെ അത്ഭുതപ്പെടുത്തുന്നു. ഒന്ന്, 10 വർഷത്തിനിപ്പുറത്തെ ശരാശരി ഇന്ത്യൻ മുസ്ലിം കുമാരൻ പോലും തലയിൽ കൈവച്ചു പോകുന്ന വഖഫ് നിയമം ഇത്രയും കാലം ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്നു എന്നത്. പാകിസ്ഥാനിൽ പോലും ഇല്ലാത്ത വിധം ജനങ്ങളെ ഒരു മുസ്ലിം പരമാധികാര സംവിധാനത്തിന് കീഴ്പ്പെടുത്തി ദ്രോഹിക്കുന്ന അസംബന്ധം നടപ്പാക്കാൻ ജവഹർലാൽ നെഹ്റുവിനും മറ്റ് കോൺഗ്രസ് നേതാക്കൾക്കും ലജ്ജയോ മനഃചാഞ്ചല്യമോ ഇല്ലാതെ പോയത്. ഇത് നടപ്പാക്കിയത് നിങ്ങളോ എന്ന് ഇതേ നേതാക്കളുടെ ചിത്രത്തിൽ വിരൽ കുത്തി ഭാവി തലമുറ പരിഹാസത്തോടെ ചോദിക്കാൻ പോന്ന കാര്യം ഇപ്പോഴും മാറാൻ അനുവദിക്കാതെ നിലനിർത്താൻ പൊരുതുന്ന ഇടത് വലത് രാഷ്ട്രീയ കാപട്യം ഇവ സൃഷ്ടിച്ച അത്ഭുതത്തിന് മുമ്പിൽ വഖഫ് ഭേദഗതി ബില്ലിനെതിരെ
അവസാനം വരെയും പോരാടുമെന്ന മുസ്ലിം വ്യക്തി നിയമ ബോർഡ് അധ്യക്ഷൻ്റെയും കൂട്ടരുടെയും പ്രഖ്യാപനം ചെറുതായി പോകുന്നു. രാഷ്ട്രീയ മതാധിപത്യ ചിന്തയുടെ വക്താക്കളാണവർ. അതിൻ്റെ ലഹരിയിൽ കിറുങ്ങിപ്പോയവരാണ് അവർക്ക് ചുറ്റിനുമുള്ളവർ, പ്രത്യേകിച്ച് കേരളത്തിന് പുറത്തെ മതനേതാക്കൾ. അവർ ജനാധിപത്യ വിരുദ്ധവും മതാധിപത്യ സഹായിയുമായ നിയമത്തിന് വേണ്ടി വാദിക്കുന്നത് അത്ഭുതത്തിന് കാരണമല്ല. അവർക്കതേ സാധിക്കൂ. എങ്കിൽ പോലും അവരുടെ നിലപാട് ശരാശരി ഇന്ത്യക്കാരെ കുറിച്ചെങ്കിലും അത്ഭുതപ്പെടുത്തുന്നുണ്ട്. പക്ഷേ നിയമം നടപ്പാക്കിയവരെയും ഇതുവരെ നിലനിർത്തിയവരെയും ഇനിയും നിലനിർത്താൻ സർവശേഷിയും ഉപയോഗിച്ച് പൊരുതുന്ന രാഷ്ട്രീയ കാപട്യവാദികളെക്കാൾ എത്രയോ പിന്നിലാണവർ. അത്ഭുതം 2, കേരളത്തിലെ വഖഫ് അനുകൂല മുസ്ലിം നേതാക്കൾ തന്നെ. അവർ ഇത്രയും കാലം വഖഫ് നിയമത്തെ അനുകൂലിച്ചു എന്നതല്ല അത്ഭുതത്തിന് കാരണം. അവരുടെ നിലപാടാണ് ഇടത് വലത് കാപട്യവാദികളുടെ മുഖ്യ പ്രചോദനം എന്നതും വിടുക. മുനമ്പത്തെ ജനങ്ങളുടെ അവസ്ഥ ഏതൊരു വഖഫ് നിയമവാദിയുടെയും കണ്ണു തുറിപ്പിക്കേണ്ടതായിരുന്നു. പോരെങ്കിൽ ഈ നിയമത്താൽ ദ്രോഹത്തിലായ നിരവധി മുസ്ലിം കുടുംബങ്ങളുടെ അവസ്ഥയും. ഇന്ത്യയിലൊരു മുസ്ലിമിനെ ഇസ്ലാം വിശ്വാസത്തിൽ ജീവിക്കാൻ നിലവിലെ വഖഫ് നിയമവ്യവസ്ഥകൾ ആവശ്യമില്ലെന്ന് സത്യസന്ധമായി വെളിവോടെ ചിന്തിക്കുന്ന ആർക്കാണ് ബോധ്യപ്പെടാത്തത്? ഇസ്ലാം വിശ്വാസിക്കായാലും ഈ നിയമം വിശ്വാസത്തിൽ ജീവിക്കാനല്ല, മതാധിപത്യം നിലനിർത്താൻ മാത്രം. ഈ ദ്രോഹ നിയമം മാറണമെന്ന് ഉള്ളിലെങ്കിലും ആഗ്രഹിക്കേണ്ടതായിരുന്നു മതനിരപേക്ഷ രാഷ്ട്രീയ ബോധം ഭാവിക്കുന്ന കേരളത്തിലെ മുസ്ലിം നേതാക്കൾ. തങ്ങൾക്ക് കഴിയില്ലെങ്കിലും മോദി സർക്കാർ നിയമം മാറ്റുമ്പോൾ ഹൃദയവിശാലതയോടെ മനസ്സ് അംഗീകരിക്കാനെങ്കിലും അവർ, പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് നേതാക്കൾ തയ്യാറാകേണ്ടതായിരുന്നു. പക്ഷെ അവരുടെ വഖഫ് നിയമപക്ഷവാദവും കീഴ്മേൽ മറിയലും നെഹ്റുവിൻ്റെയും അന്നത്തെ കോൺഗ്രസ് നേതാക്കളുടെയും ചെയ്തിയേക്കാൾ അത്ഭുതപ്പെടുത്തുന്നു. നിയമമാറ്റത്തെ കുറഞ്ഞ പക്ഷം മൗനം കൊണ്ടെങ്കിലും പിന്തുണയ്ക്കുന്നതിന് പകരം വഖഫ് നിയമം മാറ്റമില്ലാതെ തുടർന്നേ മതിയാകൂ എന്ന് തർക്കിക്കുന്ന അസംബന്ധവാദം അത്ഭുതകരമെന്ന് മാത്രം പറഞ്ഞാൽ ന്യൂനപ്രസംഗമായിരിക്കും. ജോഷി മയ്യാറ്റിലച്ചൻ സൂചിപ്പിച്ചതുപോലെ ഏതാനും വെള്ളിയാഴ്ചകളിലായി നടന്നു വരുന്നത് ജീവിതം തിരിച്ചു പിടിക്കാൻ സഹനസമരം നടത്തുന്ന ഒരു കൂട്ടം ആളുകൾക്കെതിരെ വർഗീയത ആരോപിക്കാനും അവരെ കയ്യേറ്റക്കാരെന്ന് മുദ്ര കുത്താനും വഖഫ് ബോർഡും നിയമവും മാത്രമാണ് ശരി എന്ന് സ്ഥാപിക്കാനുമുള്ള ആസൂത്രിതവും ക്രമാനുഗതവുമായ ഗൂഢനീക്കങ്ങളോ? ഇത്രത്തോളം അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു കുടിലത, മതരാഷ്ട്രീയ കൗശലം കേരളം അടുത്ത കാലത്ത് കണ്ടിരിക്കില്ല. കാണാത്തതും കേൾക്കാത്തതും അടുത്ത ആഴ്ച ഇതേ സമയം.